കൊച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി പുറത്തിറങ്ങി സൂര്യൻ മുഖത്തേക്ക് അടിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്കറിയാം എന്താണെന്ന്? അപ്പം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ ഇന്നാണ് പ്ലാനറ്റ് പരേഡ് ഡേ. പ്ലാനറ്റ് പരേഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ പ്ലാനറ്റിലെല്ലാം ഒരേ നിരയിൽ വരുന്നൊരു ദിവസമാണ് ഇന്ന്. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് ഇനി അടുത്തത് 2040 ഉണ്ടാവുള്ളൂ. 40. നമുക്ക് അന്നേരം കാണാൻ പറ്റുമല്ലോ എന്നറിയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴാണ് കാണേണ്ടതെന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 60 to 70 minutes, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള അടുത്ത 1 hour കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെയും സൂര്യൻ അസ്തമിക്കുന്ന സമയം വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഗൂഗിളിൽ നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ സൂര്യാസ്തമയം എപ്പോഴാണെന്ന്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു 1 hour വെച്ച് പിള്ളേരെയൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു തുറസായ ഒരു ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇതുപോലെ ഒരു അനൗൺസ്മെൻറ്റ് ഞങ്ങളുടെ ഇവിടെ ഒരു വർഷം മുമ്പ് ഞാൻ ഏകദേശം ഒരു സ്പേസ് സ്റ്റേഷൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതുപോലെ കറക്റ്റ് ടൈമിൽ അവർ പറഞ്ഞ സമയത്ത് ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. നിങ്ങൾക്കും കാണാൻ പറ്റും. പിന്നെ നെപ്റ്റ്യൂണും യുറാനസും ശരിക്കും കാണാൻ പറ്റില്ല, കാരണം അത് ജൂപ്പിറ്ററിൻ്റെയും വീനസിൻ്റെ ഇടയിലായതുകൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളതിനെ ബൈനോക്കുലർ വെച്ച് കാണണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയെല്ലാം കണ്ടുകൊണ്ട് കാണാം, ഒരു കുഴപ്പമില്ല, കണ്ണിനൊന്നും സംഭവിക്കില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ സ്ഥലത്ത് 7:30 ആണ് ഇന്നത്തെ സൂര്യാസ്തമയം, 7:35. നിങ്ങളുടെ സ്ഥലത്തെ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ കാണുവാണെങ്കിൽ ഒരു വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.